നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്ക് ചെസ് ബോർഡിൽ കാണുന്ന പൊസിഷനിൽ ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും പൊസിഷൻ ഒന്ന് വിലയിരുത്താം. വൈറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ വൈറ്റിന് ഒരു പോൺ കൂടുതലുണ്ട്. വൈറ്റിൻ്റെ പോൺ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കണക്റ്റഡ് പോണുകളും വളരെ മനോഹരമായ ഒരു പോൺ ചെയിനും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പൊസിഷൻ നിരീക്ഷിക്കുമ്പോൾ വൈറ്റിൻ്റെ കിങ്ങിന് വളരെ പെട്ടെന്ന് ഒരു ആക്രമണം നടത്തുവാൻ ബ്ലാക്കിന് സാധിക്കില്ല എന്നൊരു രീതിയിലാണ് പൊസിഷൻ കാണുന്നത്. ബ്ലാക്കിൻ്റെ കിങ് സൈഡിൽ പോണുകളുടെ സംരക്ഷണം കുറവാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ ഗെയിമിൽ വൈറ്റ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്താണ് വൈറ്റിൻ്റെ പരാജയത്തിന് കാരണം എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് രണ്ട് റൂക്കുകളും ബിഷപ്പുകളും D2-ലിരിക്കുന്ന നൈറ്റും, പ്രത്യേകിച്ച് ഈ പൊസിഷനിൽ നല്ല കളികളൊന്നും ഉണ്ടാക്കാൻ ഒരു സാഹചര്യത്തിലാണ്. F5-ൽ ഇരിക്കുന്ന നൈറ്റ് D4-ലിരിക്കുന്ന നൈറ്റിൻ്റെയും ബിഷപ്പിൻ്റെയും ആക്രമണത്തിലാണ്. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് കിടക്കാം. ഈ പൊസിഷനിൽ അടുത്ത നീക്കം നടത്തേണ്ടത് ബ്ലാക്കാണ്. നൈറ്റ് D7. നൈറ്റ് D7 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് F5-ൽ ഇരിക്കുന്ന നൈറ്റിനെ റൂക്ക് ഉപയോഗിച്ചുകൂടി ആക്രമിക്കുക എന്നുള്ളതായിരുന്നു. നൈറ്റ് ക്രോസ് G7. നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് G7-ലിരിക്കുന്ന ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. എന്നാൽ G7-ലിരിക്കുന്ന ബിഷപ്പ് ബ്ലാക്കിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് വളരെ മോശം ബിഷപ്പാണ്. കാരണം പ്രത്യേകിച്ച് കളികൾ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു പൊസിഷനിലിരിക്കുന്ന ബിഷപ്പായിരുന്നു. പക്ഷേ കിങ് സൈഡിലുള്ള പോൺ സ്ട്രക്ചർ സംരക്ഷിച്ചിരുന്നത് G7-ലിരിക്കുന്ന ബിഷപ്പായിരുന്നു. വൈറ്റിന് ഒരു എൻഡ് ഗെയിം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് ഉപകാരപ്രദമായിരുന്നു. ബിഷപ്പ് ക്രോസ് H3. ബ്ലാക്ക് ബിഷപ്പ് സാക്രിഫൈസ് ചെയ്യുന്നു. G ക്രോസ് H3. പോൺ G2 പ്ലസ് വൈറ്റിൻ്റെ കിങ് സൈഡിലേക്ക് വളരെ മനോഹരമായ ഒരു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. കിങ് ക്രോസ് G2. റൂക്ക് G8. റൂക്ക് G8 എന്ന നീക്കത്തോടു കൂടി വൈറ്റിൻ്റെ G7-ലിരിക്കുന്ന നൈറ്റ് പിൻ ചെയ്യപ്പെടുന്നു. ബിഷപ്പ് B2. വൈറ്റിൻ്റെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുകയും D4-ലിരിക്കുന്ന നൈറ്റിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. ആ ഒരു നൈറ്റ് വെട്ടിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ പോൺ സ്ട്രക്ചർ വളരെ മോശമായി മാറും. റൂക്ക് ക്രോസ് G7 പ്ലസ് കിങ് F1. അടുത്തൊരു നീക്കം ലഭിക്കുകയാണെങ്കിൽ വൈറ്റിന് ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് B ക്രോസ് D4 എന്ന നീക്കം നടത്തുകയും ബ്ലാക്ക് E5-ലിരിക്കുന്ന പോൺ ഉപയോഗിച്ച് വെട്ടിയെടുക്കുമ്പോൾ ക്യൂൻ ക്രോസ് D4 എന്ന നീക്കം നടത്തുവാനുള്ള ഒരു അവസരം ലഭിക്കുമായിരുന്നു. നൈറ്റ് C2. നൈറ്റ് C2 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്ക് നൈറ്റിനെ കൂടി സാക്രിഫൈസ് ചെയ്യുന്നു. ക്യൂൻ ക്രോസ് C2. ക്യൂൻ G5. ബ്ലാക്കിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് QG1 പ്ലസ് ചെക്ക്മേറ്റ് ആണ്. ഈ ചെക്ക്മേറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി ബിഷപ്പ് D4 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം ക്യൂൻ G1 ചെക്ക്മേറ്റ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. E ക്രോസ് D4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്ക് QG1 എന്ന ഒരു ചെക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ ശ്രമിക്കുന്നു. കിങ് E1. ഇനി QG1 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ബിഷപ്പ് F1 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെക്കിനെ ബ്ലോക്ക് ചെയ്യാം എന്നാണ് വൈറ്റ് ഉദ്ദേശിക്കുന്നത്. ക്യൂൻ G3 പ്ലസ്. എന്നാൽ വൈറ്റിൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ബ്ലാക്ക് QG3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് വയ്ക്കുകയും കിങ്ങിനെ നിർബന്ധമായും F1 എന്ന സ്ക്വയറിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. കിങ് F1. ക്യൂൻ G1 പ്ലസ് ചെക്ക്മേറ്റ്. എന്നാൽ ഈ പൊസിഷനിൽ KE1 എന്ന നീക്കത്തിന് പകരം BD3 എന്ന നീക്കം നടത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ബിഷപ്പ് D3. ക്യൂൻ G1 പ്ലസ് കിങ് E2. റൂക്ക് G2 പ്ലസ് ചെക്ക്മേറ്റ്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.